പൈസ മുടക്കിയിട്ട് വേദാന്തം പറയല്ലേ രാകേഷെ. അടി രാകേഷിന് കൊള്ളുന്നത് പിണറായിക്ക്. പട നയിച്ച് ശൈലജയും ശ്രീമതിയും. തോൽവിക്ക് പിന്നാലെ പിണറായിക്കും എം.വി. ഗോവിന്ദനുമെതിരെ കണ്ണൂരിൽ പടയൊരുക്കം നടക്കുന്നു. വിഴിഞ്ഞം മാത്രമല്ല കാരണങ്ങൾ. എന്തുകൊണ്ടാണ് വിഴിഞ്ഞം ഓഹരി കൈമാറ്റം സംബന്ധിച്ച കെ രാഗേഷിന്റെ പ്രതികരണം കണ്ണൂരിലെ CPM നേതാക്കൾ തള്ളിയത്? വിഴിഞ്ഞം തുറമുഖം ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കെ രാഗേഷ് നടത്തിയ പ്രസ്താവന കണ്ണൂരിലെ മുതിർന്ന നേതാക്കൾ തള്ളിയതോടെ പാർട്ടിക്കുള്ളിലെ ഭിന്നത പുറത്തുവരുന്നു. പിണറായി വിജയനും എം.വി. ഗോവിന്ദനും ഓഹരി ഇടപാടിൽ ദുരൂഹത ഉണ്ടെന്ന് ആരോപിക്കുമ്പോൾ കുറച്ചുകൂടി ഊന്നി പറയുകയാണ് കെ രാഗേഷ് ചെയ്തത്. ഓഹരി ഇടപാടുമായി ബന്ധപ്പെട്ട അഴിമതി നടന്നുവെന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ അത് അവർ വ്യക്തമാക്കട്ടെ എന്നും അഴിമതി ആരോപണം ഉന്നയിക്കാൻ താനില്ലെന്നുമാണ് EP ജയരാജൻ പറഞ്ഞത്. രാകേഷ് പറഞ്ഞതിൽ വ്യക്തതയില്ലെന്നും ആവിലുമില്ല ദുനിയാവിലുമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കരുതെന്നുമാണ് PK ശ്രീമതി പറഞ്ഞത്. പോർട്ട് MDയെ മാറ്റിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിവാദമാക്കേണ്ടതില്ലെന്നാണ് കെ ശൈലജ പ്രതികരിച്ചത്. ഇവർ കെ രാഗേഷിനെ തള്ളിയത് പ്രവർത്തകരെ ഞെട്ടിച്ചു. പിണറായി വിജയനും എം.വി. ഗോവിന്ദനും പറയുന്നത് പാർട്ടി നിലപാടായി സ്വീകരിക്കുന്ന രീതിയിൽ നിന്നും ഒരു വിഭാഗം വഴിമാറിയതിന്റെ സൂചനയാണ് രാഗേഷിനെതിരെയുള്ള പ്രതികരണം. പിണറായി വിജയന്റെ വിശ്വസ്തനായാണ് കെ രാഗേഷ് അറിയപ്പെടുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന രാഗേഷിനെ പിന്നീട് ജില്ലാ സെക്രട്ടറിയായി നിയമിക്കുകയായിരുന്നു. രാഗേഷിനെ നിയമിച്ചതിൽ അന്ന് തന്നെ പാർട്ടിയിൽ പല ഘടകങ്ങളിലും അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും പാർട്ടി വേദികളിൽ ഉന്നയിക്കപ്പെട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഒരു കാലത്തും തോൽക്കാത്ത പയ്യന്നൂരിൽ ഉൾപ്പെടെ തോറ്റതോടെ രാഗേഷിനെതിരെ അണികൾ പരസ്യമായി രംഗത്തെത്തി. ഇപ്പോൾ നേതാക്കളും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലെ തിരിച്ചടിക്ക് കാരണക്കാരെന്ന് അണികൾ പറഞ്ഞവരുടെ പേരുകളിൽ മുൻപന്തിയിൽ ജില്ലാ സെക്രട്ടറി കെ രാഗേഷും ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച രക്തസാക്ഷി ദിനവുമായി ബന്ധപ്പെട്ട് ധനരാജിനെ അനുസ്മരിച്ചുകൊണ്ട് കെ രാഗേഷ് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരുന്നു. ഈ കുറിപ്പിന് താഴെ കമന്റ് ബോക്സിൽ തെറിവിളികൾ ഉയർന്നു. ആ പാവത്തിന് വിറ്റ പൈസ മുക്കിയിട്ട് വേദാന്തം പറയല്ലേ രാഗേഷെ. തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല. അത് തിരുത്താൻ ഈഗോ സമ്മതിക്കാത്തതാണ് പാർട്ടിയെ തോൽവിയിലെത്തിച്ചത്. പിരിച്ച പണത്തിന്റെ കണക്ക് പറഞ്ഞിട്ട് പോരെ ഇനി അങ്ങോട്ട് എന്നിങ്ങനെയാണ് കമന്റുകൾ. ഇതിനു മുൻപ് രാഗേഷ് ഫേസ്ബുക്കിലിടുന്ന ഓരോ പോസ്റ്റുകൾക്ക് താഴെയും രൂക്ഷമായ പ്രതികരണം ഉണ്ടായിരുന്നു. പയ്യന്നൂരിൽ പാർട്ടി സ്ഥാനാർത്ഥിയും മുൻ MLA-മായിരുന്ന ടി.ഐ. മധുസൂദനൻ തോറ്റിരുന്നു. ധനരാജിനെ അനുസ്മരിച്ച് ടി.ഐ. മധുസൂദനൻ ഫേസ്ബുക്കിലിട്ട കുറിപ്പിനും വിമർശനം രൂക്ഷമായതോടെ കമന്റ് ബോക്സ് പൂട്ടി. പിണറായി വിജയനും എം.വി. ഗോവിന്ദനും പറയുന്നത് മാത്രമായിരുന്നു പാർട്ടി നയം എന്ന രീതിക്ക് ഇളക്കം തട്ടിയിരിക്കുന്നുവെന്നാണ് അടുത്തിടെ ഉണ്ടാകുന്ന പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. തെറ്റുതിരുത്തി വന്നാൽ ടി.കെ. ഗോവിന്ദനെയും വി. കുഞ്ഞികൃഷ്ണനെയും തിരിച്ചെടുക്കുന്നതിനെ കുറിച്ച് പാർട്ടി ആലോചിക്കുമെന്ന് എം.വി. ജയരാജൻ പറഞ്ഞതും വിവാദമായിരുന്നു. എന്നാൽ എം.വി. ഗോവിന്ദൻ കണ്ണുരുട്ടിയതോടെ ജയരാജൻ നിലപാട് മാറ്റി. CPM-ൽ ഒറ്റക്കെട്ടായ നിലപാടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് നേതാക്കളിൽ പല തട്ടിൽ നിന്നും നൽകുന്ന പ്രതികരണങ്ങൾ.